താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് വെള്ളിമാട് കുന്നിനടുത്ത് മേരിക്കുന്നിൽ ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. ആ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് JDT ഇസ്ലാമിന്റെ കെട്ടിടത്തിലാണ്. അവർക്ക് ഒരു വാടക കരാർ ഉണ്ടായിരുന്നു. സ്വാഭാവികം. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ ഇവരോട് ഈ വാടകക്കാരോട് ഒഴിയാൻ ആവശ്യം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. ആ സമയത്ത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തു, കെട്ടിടം തേടിക്കൊണ്ട്. വേറൊരു സ്ഥലത്തേക്ക് മാറണമല്ലോ, പോസ്റ്റ് ഓഫീസ് അവിടെ നിന്ന് മാറ്റിയാൽ വേറൊരു സ്ഥലത്തേക്ക് മാറണമല്ലോ. അതിനിടയിൽ ഈ പറഞ്ഞ എവിക്ഷൻ പ്രൊസീഡിങ്സ് നടന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അറിയിക്കാതെ ചെയ്യാമോ? കഞ്ഞിയും പയറും ഞങ്ങൾക്ക്. പോസ്റ്റ് ഓഫീസിൽ ജീവനക്കാരായ പോസ്റ്റ് മാസ്റ്റർക്കും പോസ്റ്റ്മാനുമെതിരെ ഈ വഖഫ് ആക്ടിന്റെ 152A അനുസരിച്ച് ക്രിമിനൽ കേസ് എടുത്തിരിക്കുകയാണ്. നോക്കൂ, അത് ആ വകുപ്പിന്റെ ദുരുപയോഗമല്ലേ? അത്രയ്ക്കും വേണ്ടായിരുന്നു. ഒരു നിയമത്തിന്റെ ദുരുപയോഗത്തിന്റെ ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ അല്ലേ? ഒരു പോസ്റ്റ്മാനെയും പോസ്റ്റ് മാസ്റ്ററെയും ഈ വഖഫ് ആക്ടിലെ 152A അനുസരിച്ച് ക്രിമിനൽ കേസിൽ പെടുത്തത് ശരിയായിരുന്നോ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും ദുരുപയോഗം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കേസ് പറയാനുള്ള അവകാശം വഖഫ് ട്രിബ്യൂണലിനുണ്ട്. എന്നാ പിന്നെ പേടിക്കണ്ട. അവര് 10 കൊല്ലം കോടതി കയറി ഇറങ്ങിയാണ് ഹൈക്കോടതിയിൽ നിന്നാണ് ഒടുവിൽ ആ കേസ് ക്വാഷ് ചെയ്യിച്ചത് എന്ന് പറഞ്ഞാൽ 2 സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അവർ ആ ഓഫീസിൽ ജോലി ചെയ്തു എന്ന കുറ്റം മാത്രമേ ഉള്ളൂ. അവർക്കെതിരെ 152A ചുമത്തിയിരിക്കുകയാണ്. ഇതൊക്കെ നീതിരാഹിത്യമല്ലേ? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. കോടതിയിൽ പോയി ഇത് ക്വാഷ് ചെയ്യാനുള്ള അവകാശം അവർക്ക് ഉണ്ടായത് എങ്ങനെയാ? താനെന്തൂളത്തരവാടാ പറയുന്നത്? 10 കൊല്ലം പോയില്ലേ? 10 കൊല്ലം നിയമ പോരാട്ടത്തിന് കളയേണ്ടി വന്നില്ലേ? അവരെന്ത് ചെയ്തിട്ടാണ്? എന്നാ പിന്നെ ഞാൻ മറ്റേത് ഏത് ഏകപക്ഷീയമായി മാതൃഭൂമി പോലെയുള്ള ചാനൽ വെച്ച് ഏകപക്ഷീയമായി ഇവിടുത്തെ ചില വർഗീയവാദികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. കൊള്ളാം, അവറാച്ചന്റെ 18ാമത്തെ അടവ് കൊള്ളാം. ഏതെങ്കിലും വിഷയത്തിൽ പ്രതിരോധത്തിലാകുമ്പോ വേറെ കാർഡിറക്കല്ലേ? അത് മോശമാണ്. നിങ്ങൾ അതിര് കിടക്കുന്നു. സംഘപരിവാർ നരേറ്റീവുകൾ അഭിലാഷ് ആവർത്തിക്കുന്നുണ്ട്. ഞാൻ ആവർത്തിച്ച ഒരു സംഘപരിവാർ നറേറ്റീവ് പറയാം, എന്നിട്ട് ബാക്കി നമുക്ക് ചർച്ച നടത്താം. ഒരു മര്യാദ വേണ്ടേ? ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും.